നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സാമ്പാറാണ്. പക്ഷേ കഷ്ണങ്ങളൊന്നുമില്ലാത്തൊരു സാമ്പാറാണ്. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാം. ഇഡ്ഡലിക്കും ദോശയ്ക്കുമൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഇതിനാവശ്യമുള്ളത് സാമ്പാർ പരിപ്പും ചെറിയ ഉള്ളിയോ അല്ലെങ്കിൽ സവാളയോ പിന്നെ തക്കാളി, പച്ചമുളക്, ഇത്രയും സാധനങ്ങളുടെ ആവശ്യമുള്ളൂ. പക്ഷേ ഇത് വളരെ രുചികരമായ ഒരു സാമ്പാറാണ്. അപ്പോൾ ആദ്യം ഞാൻ ഈ സാമ്പാർ പരിപ്പൊന്ന് കുക്കറിലിട്ട് വേവിച്ചിട്ട് വരാം. അപ്പോൾ ഇത് സാമ്പാർ പരിപ്പ് എടുക്കേണ്ടത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കപ്പാണ്. അപ്പോൾ നിങ്ങൾ ആളുകളുടെ എണ്ണത്തിനനുസരിച്ചിട്ട് അതിന് മാറ്റങ്ങൾ വരുത്തുക. ഇവിടെ ഇപ്പോൾ 4 പേർക്കുള്ളതാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് ഒന്ന് വേവിക്കാൻ വെക്കാം. വെള്ളം ഒരുപാട് എടുത്തൊഴിക്കരുത്, ഇതല്ലേ, ജസ്റ്റ് ഒന്ന് മുങ്ങിക്കിടന്നാൽ മാത്രം മതി. ഇവിടെ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇവിടെ ഞാൻ ചെറിയ ഉള്ളിയും സവാളയും പച്ചമുളകും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാദ്യം ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് ഇപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ചേർത്തൊന്ന് വഴറ്റാം. ഇപ്പം മഞ്ഞൾപ്പൊടി ചേർക്കാം, ഉപ്പ്, രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. സാമ്പാർ പരിപ്പ് ഇവിടെ വെന്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് തക്കാളിയും കൂടി ചേർത്തിട്ട് വഴറ്റാം. ഇത് ഒരു തക്കാളിയാണ്. ആവശ്യമുള്ള ഉപ്പും കൂടി ചേർക്കുക. സാമ്പാർ പരിപ്പ് ഒരു തവി വെച്ചിട്ടോ ഒന്ന് ഉടച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് സാമ്പാർ പൊടി കൂടി ചേർത്ത് കൊടുക്കാം.
അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള സാമ്പാർ പൊടിയും കായപ്പൊടിയും ചേർത്തിട്ടുണ്ട്. പിന്നെ പുളിക്ക് വേണ്ടിയിട്ട് വാളംപുളി ചേർക്കാം. പിന്നെ ഒരു ടിപ്പ് പറഞ്ഞുതരാം, വാളംപുളി ഇല്ലെങ്കിൽ നാരങ്ങ നീര് ഉപയോഗിച്ചാലും മതി. അപ്പോൾ ഇത്രയും സാധനങ്ങൾ മതി ഈ സാമ്പാർ ഉണ്ടാക്കാൻ. ഇനി ലാസ്റ്റിൽ നമുക്ക് കടുക് വറുത്ത് ഉപയോഗിക്കാം. അപ്പം വളരെ പെട്ടെന്ന് ഒരു 5 മിനിറ്റിനുള്ളിൽ തയ്യാറാക്കുന്ന സാമ്പാറാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയൊരു പാത്രത്തിലേക്ക് മാറ്റി ഇഡലിയുടെ കൂടെയോ ദോശയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം. താങ്ക്